ഇടുക്കിയിലെ പീരുമേട്, മഞ്ചുമല, വാഗമൺ വില്ലേജുകളിൽ നിരോധനാജ്ഞ. ഇന്നു മുതൽ മെയ് മാസം 2 വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 വില്ലേജുകളിലും അനധികൃത നിർമ്മാണം നടക്കുന്നതായി ജില്ലാ ഭരണകൂടം കണ്ടെത്തിയതോടെ ക്രമസമാധാനം തകരാറിൽ ആകാതിരിക്കാനാണ് നടപടി. ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടേതാണ് ഉത്തരവ്. പരുന്തുംപാറ കയ്യേറ്റത്തിൽ നഷ്ടപ്പെട്ട സർക്കാർ ഭൂമി കണ്ടെത്താൻ 15 അംഗ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. ആൽവിൻ തോമസ് ഉണ്ട് വിവരങ്ങളുമായി. ആൽവിൻ, വിവരങ്ങൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജില്ലാ കളക്ടറെ കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇടുക്കിയിലെ 3 വില്ലേജുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534, മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441, വാഗമൺ വില്ലേജിലെ സർവേ നമ്പർ 724, 813, 896 എന്നിവിടങ്ങളിൽ ഉൾപ്പെട്ട വരുന്ന പ്രദേശങ്ങളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ അനാവശ്യമായി ആളുകൾ ചടങ്ങ് ചേരുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും വിലയിരുത്തിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഈ 3 വില്ലേജുകളിലെ ഈ സർവേ നമ്പറുകളിലാണ് ഈ നിരോധനാജ്ഞ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിരോധനാജ്ഞ മെയ് മാസം 2-ാം തീയതി വരെയാണ്. ഇന്ന് മുതൽ മെയ് മാസം 2-ാം തീയതി വരെയാണ് ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടേതാണ് ഈ നടപടി. ഇവിടെ ഈ പ്രദേശങ്ങളിലൊക്കെയും കയ്യേറ്റവും അനധികൃത ഖനനവും തടയുന്നതിന് വേണ്ടിയുള്ള നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അസാധാരണമായ ഒരു സംഭവം എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാര്യം ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും ഇത് സംബന്ധിച്ച് നേരത്തെ ഈ വലിയ തോതിൽ ഈ പരുന്തുംപാറ ഉൾപ്പെടുന്ന സ്ഥലത്ത് വലിയ തോതിൽ കയ്യേറ്റം നടക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തുടർന്നുള്ള അന്വേഷണം നടക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരുന്തുംപാറയിലും മറ്റ് പ്രദേശങ്ങളിലും കയ്യേറ്റമുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത്. ഈ പ്രധാനമായും ഈ 3 വില്ലേജുകളിലാണ് കയ്യേറ്റമുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. പീരുമേട്, മഞ്ചുമല, അതോടൊപ്പം തന്നെ വാഗമൺ. ഇതിലെ ഈ പറഞ്ഞ സർവേ നമ്പറുകൾ 534 പീരുമേട് വില്ലേജിലെ 534, മഞ്ചുമലയിലെ 441, വാഗമൺ വില്ലേജിലെ 724, 813, 896 എന്നീ സർവേ നമ്പറുകളിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ജില്ലാ കളക്ടറുടെ ക്രമസമാധാനം തകരാതിരിക്കാനാണ് ഇത്തരമൊരു നടപടി എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഇടുക്കിയിലെ മറ്റ് ഒരു സംഭവം കൂടി ഉള്ളത്. പരുന്തുംപാറയിൽ ഈ കയ്യേറ്റം, ഈ സംഭവം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഈ കയ്യേറ്റം നടത്തിയ നഷ്ടപ്പെട്ട സർക്കാർ ഭൂമി കണ്ടെത്താൻ 15 അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നതിൽ ആ സംഘത്തെ നേതൃത്വം നൽകുക ഇടുക്കി സബ് കളക്ടറാണ്. അത്തരത്തിലൊരു ഉത്തരവ് കൂടി പുതിയതായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇടുക്കി സബ് കളക്ടറുടെ കീഴിൽ 15 അംഗ പ്രത്യേക സംഘം ഈ പരുന്തുംപാറയിലെ കയ്യേറ്റം നടത്തിയ ഭൂമി തിരിച്ചുപിടിക്കാൻ, സർക്കാർ ഭൂമി, റവന്യൂ ഭൂമി തിരിച്ചുപിടിക്കാൻ വേണ്ട പ്രവർത്തനം നടത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പീരുമേട് താലൂക്കിന് പുറത്തുള്ള ഉദ്യോഗസ്ഥരെയാണ് ഈ സംഘത്തിൽ അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ജില്ലാ കളക്ടറുടെ അസാധാരണമായ ചില നടപടികൾ ഈ ഘട്ടത്തിൽ വരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ കയ്യേറ്റം ഒഴിപ്പിച്ചെടുക്കുന്നതിന് പീരുമേട് താലൂക്കിലെ പുറത്തുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയാണ് ഈ 15 അംഗ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ കളക്ടർ ഇന്ന് വിളിച്ചു ചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനമുണ്ടായിട്ടുള്ളത്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ 2 സർവേ ടീമിനെ കൂടി രൂപം നൽകുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സർവേ ടീമും പീരുമേട് താലൂക്കിന് പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥരാകുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെ അസാധാരണമായ ഒരു തീരുമാനങ്ങൾ ഈ ഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. കയ്യേറ്റം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആ റവന്യൂ ഭൂമി ഒഴിപ്പിച്ചെടുക്കുന്നതിന് വേണ്ട നടപടികൾ എന്ന നിലയിലാണ് ഈ പ്രവർത്തികൾ ഉണ്ടായിട്ടുള്ളത്. 1, 3 വില്ലേജുകളിലെ നിരോധനാജ്ഞ, 2 ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ 15 അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സംഗീത. ശരി, ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.